ഇന്നാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരം. ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് എതിരാളികൾ. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ വലിയ പണി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സൂപ്പർ താരത്തിന് പരിക്കേറ്റിരിക്കുകയാണ്. ടൂർണമെന്റിന് തൊട്ടു മുൻപ് ഇങ്ങനെ സംഭവിച്ചത് ഇന്ത്യൻ ടീമിന് കൂടുതൽ പ്രശ്നമായേക്കും. ഇന്ത്യൻ സ്ക്വാഡിൽ മാറ്റം വരുത്താനാണ് BCCIയുടെ പദ്ധതി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഗെയിം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ പേരാണ് റാങ്ക് കിങ്സ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. തുടർന്ന് റാങ്ക് കിങ്സ് വിഭാഗത്തിലേക്ക് പോയി. ഇവിടെ ഞാൻ എന്റെ ടീമിനെ തെരഞ്ഞെടുത്തു. പിന്നീട് ഞാൻ മത്സരത്തിൽ എൻട്രി ചെയ്തു. ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരെ റാങ്ക് ചെയ്തു. പിന്നീട് ഞാൻ കളി അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുന്നു. എന്റെ കളിക്കാർക്ക് മികച്ച റാങ്ക് കിട്ടിയാൽ എനിക്ക് പൈസ കിട്ടും. ഈ ക്യാഷ് ഉടനടി UPI വഴി അക്കൗണ്ടിലേക്ക് എത്തും. ദിവസവും 1 കോടി വരെ ഇവിടെ സമ്മാനം കൊടുക്കുന്നുണ്ട്. വെറും 20 രൂപ മാത്രമേ എൻട്രി ഫീസ് ഉള്ളൂ. താഴെ കാണുന്ന ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ കളിച്ചു തുടങ്ങും. നിലവിൽ ഇന്ത്യയുടെ ചാമ്പ്യൻഷിപ്പ് സ്ക്വാഡിൽ 2 കീപ്പർമാരുണ്ട്. KL രാഹുലും ഋഷഭ് പന്തുമാണ്. ഇതിലെ ഋഷഭ് പന്തിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. പരിശീലനത്തിനാണ് താരത്തിന് പരിക്കേറ്റിരിക്കുന്നത്. ഇന്നത്തെ പരിശീലന സെക്ഷനിലും ഋഷഭ് പന്ത് കളിച്ചിട്ടില്ല. താരത്തിന്റെ പരിക്ക് സീരീസ് ആണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് പുതിയൊരു കീപ്പറെ സ്ക്വാഡിലേക്ക് എടുക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഋഷഭ് പന്ത് റൂളൗട്ടാണ്. അങ്ങനെ സംഭവിച്ചാൽ ആരായിരിക്കും പുതിയ കീപ്പർ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആദ്യത്തെ ചോയ്സ് സഞ്ജുവിനാണ്. പക്ഷെ സഞ്ജുവിന് പരിക്കുണ്ടായിരുന്നു. സഞ്ജുവിനെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചാൽ സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യൻ സ്ക്വാഡിലേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ. ഇഷാനാകട്ടെ കുറെ കാലമായി ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ട്, അതുകൊണ്ട് ഇഷാന് സാധ്യത കുറവാണ്. ജിതേഷ് ശർമ്മയാണ് പിന്നെ മറ്റൊരു ഓപ്ഷൻ. ഋഷഭ് പന്തിന് ചെറിയ പരിക്കായാൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ സാധിക്കില്ല. അതാണ് ICC റൂള്. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കണം. എന്നാൽ മാത്രമേ സ്ക്വാഡിൽ ഇടം പിടിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഋഷഭ് പന്തിന് പകരം പുതിയൊരു താരത്തെ റീപ്ലേസ്മെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നിലവിൽ സഞ്ജുവിന്റെ പരിക്ക് ഭേദമായിട്ടുണ്ട്. പുതിയതായിട്ട് ഏത് കീപ്പർ വന്നാലും പ്ലേയിങ് 11ൽ അവസരം കിട്ടില്ല. രാഹുലായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് എന്നാണ് കോച്ച് ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ചിലും രാഹുൽ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. ബാക്കപ്പായിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു കീപ്പറെ BCCI ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ അടിച്ചു താർക്കുമെന്നത് ഉറപ്പാണ്. ദുബായിലാണ് മത്സരം നടക്കുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഇന്ത്യ 300+ റൺസ് സ്കോർ ചെയ്യുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം.